പുതുവർഷത്തിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ച യുവന്മാർ സമ്മതിക്കത്തില്ല. നിലവിൽ നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ലീഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ക്ലബ്ബുകളെ നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മറ്റൊരു ലീഗിലേക്ക് തരം താഴ്ത്തുമെന്ന ഭീഷണിയുടെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ISLന്റെ 2025-26 സീസൺ പങ്കാളിത്തം അറിയിക്കാനുള്ള ക്ലബ്ബുകളുടെ അവസാന അവസരം ജനുവരി 1, 2026 ആണ്. ഇതിനോടകം തന്നെ 6-7 ISL ക്ലബ്ബുകൾ പങ്കാളിത്തം അറിയിച്ചു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഏതൊക്കെ ക്ലബ്ബുകളാണ് എന്നുള്ളത് വ്യക്തമല്ല. അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച അടുത്ത 20 വർഷത്തെ ISL പ്രപ്പോസലിന് വേണ്ടി അടുത്ത 10 ദിവസത്തിനുള്ളിൽ കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്തുന്നതിന് വേണ്ടി ടെൻഡർ വിളിക്കാൻ പോകുന്നുവെന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഫെഡറേഷന് ക്ലബ്ബുകൾ ISL കളിക്കുമെന്ന് ഉറപ്പ് നേടാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ക്ലബ്ബുകളോട് പാർട്ടിസിപ്പേഷൻ തീരുമാനിക്കാൻ നിർദ്ദേശിച്ചത് എന്നൊക്കെ ന്യൂസ് 9 അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട്. കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ക്ലബ്ബുകളൊക്കെ ലീഗ് കളിക്കാൻ തയ്യാറായേക്കും. പക്ഷേ കൊമേഴ്സ്യൽ പാർട്ണർ വരുന്നതിന് മുമ്പ് പങ്കാളിത്തം അറിയിക്കാൻ ക്ലബ്ബുകളോട് ആവശ്യപ്പെട്ടതാണ് പ്രശ്നമായിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ ഫെഡറേഷൻ്റെ കൂടെ ആവശ്യമായി മാറിയിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം നടന്ന ചർച്ചകളുടെയും മറ്റും ഔട്ട്കം അവർക്ക് സുപ്രീം കോടതിയുടെ മുന്നിൽ ധരിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു റഷ്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ ഇയർ വിഷിൽ പറഞ്ഞതുപോലെ ഹോപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.